നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. മലപ്പുറം മങ്കട സ്വദേശിയായ 18-കാരിയാണ് നിപ്പ ബാധിച്ച് മരിച്ചത്. മരണശേഷമാണ് ഇവർക്ക് നിപ്പയെന്ന് സ്ഥിരീകരിച്ചത്. കേരളത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലും പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലും രോഗബാധ സ്ഥിരീകരിച്ചു. രോഗിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന 43 പേർ കോഴിക്കോട് ജില്ലയിലുള്ളതാണ്. ഇവരെല്ലാം ആരോഗ്യ പ്രവർത്തകരാണ്. ഇവർക്ക് പൊതുജനങ്ങളുമായി സമ്പർക്കമുണ്ടായിട്ടില്ല. അതിനാൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 345 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മലപ്പുറത്ത് 211 പേരും പാലക്കാട് 91 പേരും കോഴിക്കോട് 43 പേരുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. പാലക്കാട് രോഗിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. സ്ഥിരീകരണം വരുന്നതിന് മുമ്പ് തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിരുന്നു. നിപ്പ കേസുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പ്രാഥമിക പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ച പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ 38-കാരി പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കടുത്ത പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെടുന്ന യുവതി വെന്റിലേറ്ററിലാണ് കഴിയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് 4 ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചു. കുടുംബത്തിന് അടിയന്തര സഹായമായി 1 ലക്ഷം രൂപ മന്ത്രി വാസവൻ ബിന്ദുവിന്റെ വീട്ടിലെത്തി നൽകി. ബിന്ദുവിന്റെ മകൾ നവമിയുടെ ചികിത്സ ഏറ്റെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മകന് മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജോലി നൽകും. ഇത് പിന്നീട് സ്ഥിരപ്പെടുത്തും. മന്ത്രിസഭാ യോഗം ചേർന്ന് കുടുംബത്തിന് നൽകേണ്ട ധനസഹായം സംബന്ധിച്ച് തീരുമാനിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായപോലുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സർക്കാർ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകുമെന്നും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും അവർക്കുണ്ടാകുമെന്നും വാർത്താക്കുറിപ്പിലൂടെ മുഖ്യമന്ത്രി അറിയിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ വിമർശനം ശക്തമാക്കുന്നതിനിടെ വീണയെ പ്രശംസിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത്. ഏൽപ്പിച്ച ഉത്തരവാദിത്തം നാടിനു വേണ്ടി ആത്മാർത്ഥമായി നിറവേറ്റുന്ന മന്ത്രിയാണ് വീണ ജോർജ് എന്ന് റിയാസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഭിപ്രായപ്പെട്ടു. ആരോഗ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും മാതൃകയായ കേരളത്തിന്റെ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തെ തകർക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നതെന്നും റിയാസ് കുറ്റപ്പെടുത്തി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഫേസ്ബുക്കിലൂടെയാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ദാരുണമായ അപകടത്തിൽ പ്രിയപ്പെട്ട ബിന്ദു മരണമടഞ്ഞ സംഭവം ഏറെ വേദനിപ്പിക്കുന്നതാണെന്നും കുടുംബത്തിന്റെ ദുഃഖം തന്റെയും ദുഃഖമാണെന്നും മന്ത്രി ഫേസ്ബുക്കിലൂടെ കുറിച്ചു. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നുവെന്നും സർക്കാർ പ്രിയപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് ഒപ്പം ഉണ്ടാകുമെന്നും വീണ ജോർജ് കുറിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർക്കെതിരെ കെട്ടിച്ചമച്ച പ്രചാരവേല നടക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രക്ഷാപ്രവർത്തനം ഒരു ഘട്ടത്തിലും നിർത്തിയിട്ടില്ലെന്നും കുടുങ്ങിപ്പോയ ആളുകളെ കണ്ടെത്താനത് സ്വാഭാവിക കാലതാമസമാണെന്നാണ് ഗോവിന്ദന്റെ വിശദീകരണം. ആരോഗ്യമന്ത്രി രാജിവെക്കില്ലെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. ആരോഗ്യരംഗത്ത് കേരളം 1ാം സ്ഥാനത്താണെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വിദേശത്ത് പോകുന്നതിനെ വിമർശിച്ച് NK പ്രേമചന്ദ്രൻ MP. സാധാരണക്കാർ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ഇടിഞ്ഞു വീഴുമ്പോൾ മുഖ്യമന്ത്രി വിദഗ്ധ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോവുകയാണെന്ന് NK പ്രേമചന്ദ്രൻ MP കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിൽ തെറ്റില്ലെന്നും പക്ഷേ ആരോഗ്യരംഗത്ത് കേരളം 1ാം സ്ഥാനത്താണെന്ന അവകാശവാദം ഉന്നയിക്കരുതെന്നും പ്രേമചന്ദ്രൻ തുറന്നടിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തലക്കേറ്റ ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് ബിന്ദുവിന്റെ മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപകടത്തിൽ തലയൊട്ടി പൊട്ടി തലച്ചോർ പുറത്തു വന്നത്. വാരികൽ പൂർണ്ണമായും ഒടിഞ്ഞു. വ്യാഴാഴ്ച രാവിലെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 14ാം വാർഡ് കെട്ടിടം തകർന്നു വീണ് മകൾക്ക് കൂട്ടിരിപ്പിനായി എത്തിയ ബിന്ദു മരണപ്പെട്ടത്. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് രോഗിയുടെ ഇരിപ്പുകാരിയായ ബിന്ദു മരണപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ രംഗത്ത്. ഈ മനുഷ്യരെ മുഴുവൻ കൊലയ്ക്ക് കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് അമേരിക്കയ്ക്ക് പോകുന്നുവെന്ന് അൻവർ വിമർശിച്ചു. പിണറായിയുടെ അമേരിക്ക യാത്ര തടയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമെങ്കിലും പ്രതിപക്ഷം കാണിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടത്തിൽ പ്രതികരണവുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. 2012 കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടെന്ന് കണ്ടെത്തിയത് ചാണ്ടി ഉമ്മൻ അറിഞ്ഞില്ലേ എന്നും ഇപ്പോഴാണോ ചാണ്ടി ജനിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. വാസവൻ നിരവധി താൽക്കാലിക നിയമനങ്ങൾ നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ ആശ്വാസമെന്ന് മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ്. സർക്കാർ ചേർത്ത് നിർത്തുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതെന്ന് വിശദൻ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി ധനസഹായം ഉൾപ്പെടെ ലഭിക്കുമെന്നും ആരോഗ്യമന്ത്രി വരുമെന്നും കുടുംബം പറയുന്നു. ആരോഗ്യമന്ത്രി ചേർത്ത് നിർത്തുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. 1-2 ദിവസം എത്താമെന്നും ഉറപ്പ് നൽകിയെന്നും വിസ്തൃതൻ പ്രതികരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് TK ജയകുമാറിനെ പിന്തുണച്ച് SFI. ദിവസേന 15ഓളം ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്രയമായ മനുഷ്യനാണ് ഡോക്ടർ TK ജയകുമാറെന്നും മാധ്യമവിചാരണയ്ക്കും സൈബർ ആക്രമണങ്ങൾക്കും ഡോക്ടറെ വിട്ടുകൊടുക്കാൻ അനുവദിക്കില്ലെന്നും SFI കോട്ടയം മെഡിക്കൽ കോളേജ് യൂണിറ്റ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. യൂണിഫോം ധരിക്കാത്തതിന് 10ാം ക്ലാസ്സുകാരിയായ 6 പേർ ചേർന്ന് 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചു. പാലക്കാട് മണ്ണാർക്കാട് കാരാക്കുറിശി സർക്കാർ ഹൈസ്കൂളിലാണ് സംഭവം.
മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 8ാം ക്ലാസ്സുകാരൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പ്രതികൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ കുട്ടിയുടെ പിതാവിന്റെ പരാതി പരിശോധിച്ച പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് കൈമാറി. മുൻ മുഖ്യമന്ത്രിയും CPM മുതിർന്ന നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് മകൻ VA അരുൺകുമാർ. അച്ഛന്റെ ആരോഗ്യനില പതുക്കെ മെച്ചപ്പെട്ടു വരികയാണെന്നും ഹൃദയമിടിപ്പും ശ്വാസവുമൊക്കെ സാധാരണ നിലയിലേക്ക് എത്തുകയാണെന്നും മകൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു. വാൻഹായ് കപ്പലിൽ വീണ്ടും തീ പടർന്നൽ ആശങ്ക. ഇന്ന് രാവിലെ മുതലാണ് കപ്പലിന്റെ അകത്തുനിന്ന് തീ ഉയർന്ന് തീ കടത്താനുള്ള ശ്രമം തുടരുകയാണ്. തീ ഇനിയും ആളിക്കെത്തിയാൽ കപ്പലിന്റെ സുരക്ഷയെ തന്നെ ബാധിച്ചേക്കുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചു. വയനാട് ദുരന്തബാധിതരുടെ ബാങ്ക് ലോൺ എഴുത്തള്ളുന്ന സംഭവിച്ച് തീരുമാനമെടുക്കാൻ 2 ആഴ്ച കൂടി സമയം വേണമെന്ന് കേന്ദ്ര സർക്കാർ. ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ മൂലം ഗർഭശിശു മരിച്ചതായി പരാതി. ഇടുക്കി മാങ്കുളം കുറുത്തിക്കുടി സ്വദേശികളെ ആശാ ഷിബു ദമ്പതിമാരുടെ കുഞ്ഞാണ് പ്രസവത്തോടെ മരിച്ചത്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചുവെന്നാണ് ആരോപണം. എന്നാൽ അത് ആശുപത്രി സൂപ്രണ്ട് നിഷേധിച്ചു. ഗവൺമെന്റിന്റെ അധികാരങ്ങളും ചുമതലകളും കേരളത്തിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി. ഇന്നലെ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത ചേർന്ന 58ാം കരിക്കുലം കമ്മിറ്റി യോഗമാണ് ഇതിന് അംഗീകാരം നൽകിയത്. അംഗീകാരം നൽകിയ പാഠപുസ്തകങ്ങൾ ഓണാവധിക്ക് മുമ്പ് തന്നെ കുട്ടികളുടെ കൈകളിൽ എത്തിച്ചേരുമെന്നും മന്ത്രി വ്യക്തമാക്കി. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള നടപടികളുമായി സംസ്ഥാനം മുന്നോട്ട്. കരടുമേൽ നിയമവകുപ്പിന്റെ പരിധിയിലാണെന്നും സർക്കാർ MPമാരുടെ യോഗത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്ര ദർശനം 2 മണിക്കൂർ നിയന്ത്രണം ഏർപ്പെടുത്തി. ജൂലൈ 7 ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുടെ സന്ദർശനം കണക്കിലെടുത്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. രാവിലെ 8 മണി മുതൽ 10 മണി വരെ ക്ഷേത്ര ദർശനം, വിവാഹം, ചോറൂണ് എന്നിവയ്ക്ക് നിയന്ത്രണം. ഇന്നർ റിംഗ് റോഡിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ലെന്നും തെക്കേ നട ഇരുവശങ്ങളിലുള്ള കടകൾ തുറക്കാൻ പാടില്ലെന്നും ദേവസ്വം നിർദ്ദേശിച്ചു. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മുണ്ടക്കൈ ചുരമല ദുരന്ത അതിജീവിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം ഡിസംബറോടെ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ പറഞ്ഞു. വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷണം. CMRL കമ്പനിക്കെതിരെ BJP നേതാവ് ഷോൺ ജോർജ് അപകീർത്തികരമായ പ്രസ്താവന നടത്തുന്നത് പൂർണ്ണമായും തടഞ്ഞ് എറണാകുളം സബ് കോടതി. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് VCക്ക് കത്ത് നൽകി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ VCക്ക് അധികാരമില്ലെന്നാണ് സിസ തോമസ് നൽകിയ കത്തിൽ R ബിന്ദു വ്യക്തമാക്കിയത്. തൃശൂരിൽ നിന്ന് വിദേശത്തേക്ക് കടന്ന പോക്സോ കേസ് പ്രതി പിടിയിൽ. കുളിമുട്ടം നെടുമ്പറമ്പ് സ്വദേശി അബു താഹിറിനെ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ നിന്നാണ് തൃശൂർ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗാർഹിക പീഡനത്തെ തുടർന്ന് തൊടുപുഴയിൽ യുവതി വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. ഭീകരവാദം മനുഷ്യവംശത്തിന് ഭീഷണിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പാർലമെന്റിൽ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ വൻ വരവേൽപ്പാണ് നൽകി. രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ നൽകിയെന്ന് നരേന്ദ്രമോദിയെ ആദരിച്ചത്. ഇതോടെ മോദിക്ക് കിട്ടിയ അന്താരാഷ്ട്ര ബഹുമതികളുടെ എണ്ണം 25 ആയി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.